തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അങ്കിളിനോടൊന്ന് ചിരിച്ചു നിൽക്കാൻ പറ. ആ സൂര്യ വന്നല്ലോ. വാ സൂര്യ. ഇതെനിക്കൊരു വാശിയായിരുന്നു. നിങ്ങളുടെ പിറന്നാൾ ദിവസം അവൻ നിങ്ങൾക്കൊരു കുടുംബ ഫോട്ടോ സമ്മാനിച്ചില്ലേ, അവളെയും ചേർത്ത് നിർത്തിക്കൊണ്ട്. ഇന്ന് അവളില്ലാതെ എനിക്കൊരു ചിത്രം എടുക്കണം, ഈ കുടുംബത്തിന്റെ യഥാർത്ഥ ചിത്രം. പിന്നെ വേദമുള്ള കാര്യം, അന്ന് അവൻ അവളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്ത പോലെ ഞാൻ വേദമോളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്തോളാം. പത്മ തീരുമാനിച്ച ഫംഗ്ഷൻ പത്മയുടെ ഇഷ്ടത്തിന്. മനസ്സിലായല്ലോ? എന്താ സാറേ? താൻ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫ്രെയിമിലുണ്ടാവരുത്, അങ്ങനെ എടുത്താൽ മതി. അത് പിന്നെ സാർ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ശരി സാറേ. എന്താ സൂര്യ ഇത്? നീ എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്ത? സൂര്യ എപ്പോഴും സിമ്പിളാ, അവൻ അങ്ങനെ നടക്കുന്ന. കൈയെടുത്തു. വരൂ, ഫോട്ടോ എടുക്കാം. ഞാനേ അങ്ങോട്ട് നിൽക്കാം, അളിയൻ ഇങ്ങോട്ട് നിൽക്ക്. അളിയ ഇങ്ങോട്ട് നിന്നോ അളിയാ, ഞാൻ ഇവിടെ നിൽക്കാം. ഇവിടെ ആകുമ്പോ അളിയന്റെ കയ്യെത്തില്ല. സ്മൈൽ പ്ലീസ്. ഒന്നും കൂടെ എടുക്കുക. സ്മൈൽ. മാഡം ഒന്നും കൂടെ. ഇനി മുതൽ ഈ ഫോട്ടോ ഈ ഹാളിലുണ്ടാവും, നമ്മുടെ കുടുംബ ഫോട്ടോ. എണീക്കാ. എന്താ എന്താ എടാ, അവിടെ നിന്നൊരു ശബ്ദം കേട്ടു. വാ. രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു അല്ലേ? നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് ബൈജു എണ്ണം പറയും. പത്മ, എനിവേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് മന്ത് ഞങ്ങളുടെയും ആനിവേഴ്സറി ആണ്. എന്തായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഇതുപോലെ തന്നെയായിരിക്കും ഞങ്ങളും ആഘോഷിക്കാൻ പോകുന്നത്. അല്ലെങ്കിലും പത്മയാണല്ലോ നമ്മുടെ കുടുംബത്തിലെ മിക്ക കാര്യങ്ങൾക്കും മോട്ടിവേഷൻ. ജീവിതം ആഘോഷിക്കാനുള്ളതായിരിക്കണം. എന്തേലും കാരണവശാൽ നമ്മുടെ ആഘോഷത്തിന് ഒരു ഇടിവ് പറ്റിയ തൊട്ടടുത്ത ആഘോഷം നമ്മൾ കെങ്കേമമാക്കണം. അതാ എൻ്റെ ഒരു പോളിസി. വാടി ഇങ്ങോട്ട്.
മര്യാദയ്ക്ക് അവിടെ അടങ്ങി കിടന്നോണം. അവള് രക്ഷപ്പെടാൻ നോക്കുന്നു. എന്താടാ എന്താ ഇവിടെ ഒരു ബഹളം? എവള് രക്ഷപ്പെടാൻ നോക്കിയതാ ബൈജോണ്ണ. ഓഹോ എന്നെ കളി നടക്കേ